PM ശ്രീയിൽ CPIയുടെ ഉറച്ച നിലപാടിന് മുന്നിൽ CPMന് വഴങ്ങേണ്ടി വന്നത് എന്തുകൊണ്ട്? പ്രതിഷേധിക്കുക പിന്നീട് വഴങ്ങുക എന്ന ശീലം വിട്ട് CPMനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും തിരുത്തിക്കാൻ എങ്ങനെയാണ് CPIക്ക് കഴിഞ്ഞത്? ആ 6 കാരണങ്ങൾ പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം, CPIയുടെ വാദത്തിന് ധാർമ്മിക പിൻബലം ഉണ്ടായിരുന്നു. അതിന് CPMന്റെയും CPIയുടെയും ദേശീയ ഇടതു നയത്തിൻ്റെ പിൻബലം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയവും ആ ധാർമ്മികതയുമാണ് ഒന്നാമതായി CPIയുടെ വാദത്തിന് ശക്തി നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് മുൻപുയർത്തിയ പല സമാന വാദങ്ങൾക്കും അപ്പുറം ഇതിന് പ്രാധാന്യം കിട്ടിയത്. രണ്ടാമത്തെ വിഷയം, മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെയാണ് ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിട്ടത്. എന്തുകൊണ്ടാണ് കരാറിൽ ഒപ്പിട്ട ശേഷവും CPI മന്ത്രിമാർ മന്ത്രിസഭയിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അതേക്കുറിച്ച് മുഖ്യമന്ത്രിയോ വകുപ്പ് മന്ത്രിയോ മൗനം പാലിച്ചത്? ഒപ്പിട്ട കരാറിനെക്കുറിച്ച് CPI സ്വന്തം മുന്നണിയിലെ മന്ത്രിമാരുടെ ഇടയിൽ പോലും, എന്തിന് മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാർക്കിടയിൽ പോലും രഹസ്യമാക്കി വെച്ചത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ്. മൂന്നാമത്തെ വിഷയം, ഇടതുമുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. ആ ഇടതുമുന്നണി ചർച്ച ചെയ്തു വേണം നയപരമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ. ഇടതുമുന്നണിയിൽ ഇത്തരമൊരു വിഷയത്തിൽ ചർച്ച നടക്കുകയോ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? അതും ദേശീയ തലത്തിൽ BJPയുമായും RSSുമായും ബന്ധപ്പെടുന്ന ഒരു വിഷയത്തിൽ എന്നുള്ള ചോദ്യം പ്രസക്തമായി തന്നെ ഉയർത്താൻ CPIക്ക് കഴിഞ്ഞിട്ടുണ്ട്. CPMനുള്ളിലെ തന്നെയാണ്. CPMന്റെ പോളിറ്റ് ബ്യൂറോയിലോ കേന്ദ്ര കമ്മിറ്റിയിലോ സംസ്ഥാന കമ്മിറ്റിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ അത്തരത്തിൽ ചർച്ച നടന്നില്ല എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. പക്ഷേ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളിൽ നിന്നും അവർ നൽകുന്ന സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നത് അങ്ങനെ ഒരു ചർച്ചയോ തീരുമാനമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം, CPI ജനറൽ സെക്രട്ടറി D രാജ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുമായി ചർച്ചയ്ക്ക് AKG ഭവനിലെത്തുമ്പോൾ അവിടെ ചർച്ചയിൽ പങ്കെടുത്ത ബേബി ഏതെങ്കിലും തരത്തിൽ ഒരു അഭിപ്രായം അവിടെ പറയുന്നില്ല. ബേബി ഈ വിഷയം താൻ അറിഞ്ഞില്ല എന്നുള്ള പരോക്ഷമായ ചില സൂചനകൾ കൂടി നൽകി എന്ന് വേണം കരുതാൻ. MA ബേബിയോ D രാജയോ അത് പറയുന്നില്ലെങ്കിലും പ്രകാശ് ബാബു അടക്കമുള്ള CPIയുടെ നേതാക്കൾ അക്കാര്യത്തിൽ വ്യക്തമായ സൂചന നൽകുന്നുണ്ടത് എന്നതും ഏറ്റവും പ്രധാനമാണ്. ഇതിനൊക്കെ അപ്പുറമാണ് ഈ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, മന്ത്രിമാരടക്കമുള്ളവരൊക്കെ നൽകിയ അവരുടെ പരോക്ഷമായ ഒരു പിന്തുണ എന്നുകൂടി പറയേണ്ടി വരും. കാരണം ഇവരാരും പരസ്യമായി രംഗത്ത് വന്നില്ല എങ്കിലും CPIയുടെ ഈ വാദത്തിന് പിന്തുണ നൽകാൻ മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഈ വേദികളിലെങ്ങും CPMന്റെ രീതി അനുസരിച്ച് ചർച്ച ചെയ്യേണ്ട വേദികളിൽ വേണ്ടത്ര ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതിലുള്ള വിമർശനം, അല്ലെങ്കിൽ അതിലുള്ള ഒരു അത്ഭുതമോ അല്ലെങ്കിൽ അതിലുള്ള ഒരു നീരസവുമൊക്കെ പല CPM നേതാക്കൾക്കും ഉണ്ടായിരുന്നു. മന്ത്രിമാരടക്കം പലരും ഈ വിഷയത്തിൽ വലിയ തർക്കമുണ്ടായപ്പോഴും പാർട്ടിയെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വന്നില്ല എന്നതുകൂടി നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ CPMന്റെ നേതാക്കളുടെ ഇടയിൽ നിന്നും അണികളുടെ ഇടയിൽ നിന്നും ഉണ്ടായ ഒരു ധാർമ്മിക പിന്തുണ തന്നെയാണ് CPIക്ക് ഇത്തരമൊരു വിഷയത്തിൽ CPMനോട് നേരിടാൻ, അല്ലെങ്കിൽ CPM സംസ്ഥാന നേതൃത്വത്തോട് നേരിടാനുള്ള ഒരു ധാർമ്മിക ബലം നൽകിയത്. അതുതന്നെയായിരുന്നു അവരെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനമാണ്. ഇതിനെല്ലാം അപ്പുറമാണ് രാഷ്ട്രീയമായ വിഷയം. അത് RSS അജണ്ടയ്ക്ക് കീഴടങ്ങിയാണ് ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിട്ടത് എന്നുള്ള ആരോപണം നേരിടേണ്ടി വരുന്നത് CPMന്റെ സംസ്ഥാന നേതൃത്വത്തിനാണ്. അത് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിലടക്കം വലുതാണ് എന്നതുകൂടി തിരിച്ചറിയുന്നു. പ്രത്യേകിച്ച് അക്കാര്യത്തിൽ പാർട്ടിയുടെ ഒരു മുഴുവൻ അണികളുടെയും അല്ലെങ്കിൽ പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിൻ്റെ മുഴുവൻ ഒരു പിന്തുണ സംസ്ഥാന നേതൃത്വത്തിന് ഇല്ല എന്നതുകൂടി ആ സംസ്ഥാന നേതൃത്വം തിരിച്ചറിയുന്നു. ഫണ്ടിന് വേണ്ടിയാണ് ഇങ്ങനെ പണം വാങ്ങിയത് എന്നുള്ള ന്യായം പറയുമ്പോഴും, അങ്ങനെ ഫണ്ടിന് വേണ്ടി പണം വാങ്ങിയതാണെങ്കിൽ അതെന്തുകൊണ്ട് പാർട്ടിയെ അറിയിച്ചില്ല, അതെന്തുകൊണ്ട് മുന്നണി അറിയിച്ചില്ല, അത് എന്തുകൊണ്ട് മന്ത്രിസഭയെ അറിയിച്ചില്ല, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ രഹസ്യമായ ഒരു നീക്കം നടത്തിയത്? അതിൽ RSSന് വഴങ്ങുകയായിരുന്നില്ലേ ഫണ്ടിന് വേണ്ടി, അല്ലെങ്കിൽ BJPക്ക് വഴങ്ങുകയായിരുന്നില്ലേ എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ സ്വാഭാവികമായും അത് സർക്കാരിനെ നയിക്കുന്നവർക്ക് നേരെ, പാർട്ടിയെ നയിക്കുന്നവർക്ക് നേരെയൊക്കെ ഉയരും എന്നതും ഇവർ കൃത്യമായും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിലെ അപകടം കൂടി അവർ കൃത്യമായും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. ഫണ്ട് കിട്ടാൻ, SSKയുടെ ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിട്ടതെങ്കിലും, അങ്ങനെ ഒരു കരാറിൽ ഒപ്പിട്ടതെങ്കിൽ അത് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സ്വാഭാവികമായും അവർക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ നേരത്തെ തന്നെ NEPA നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരെ CPMന്റെ കേന്ദ്ര കമ്മിറ്റിയും CPIയുടെ കേന്ദ്ര കമ്മിറ്റിയും എല്ലാം അതിനിശ്ചിതമായ വിമർശനങ്ങൾ ഉയർത്തുകയും ഇവരെല്ലാം തന്നെ പരസ്യമായി അത് എഴുതുകയും പ്രഖ്യാപിക്കുകയും പ്രസംഗിക്കുകയും എല്ലാം ചെയ്തതാണ്. കേരളത്തിലെ മന്ത്രിമാരടക്കം അക്കാര്യത്തിൽ വളരെ നിശ്ചിതമായ വിമർശനങ്ങൾ ഉയർത്തിയതാണ്. ഇത് ഒരു ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി RSSന്റെ നേതാക്കൾ ചേർന്ന് തയ്യാറാക്കിയ ഒരു അജണ്ടയാണ്, അല്ലെങ്കിൽ അത്തരമൊരു വിദ്യാഭ്യാസ അജണ്ടയാണ്. നാളത്തെ വിദ്യാർത്ഥികളെ ആ തരത്തിലേക്ക് വളർത്തുക, ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിക്ക് അനുഗുണമായി വളർത്തുക എന്ന ലക്ഷ്യത്തിൽ തയ്യാറാക്കിയ ഒരു വിദ്യാഭ്യാസ അജണ്ടയാണ്
ഇതിനെ എതിർക്കുക എന്നുള്ളതാണ് CPM-ൻ്റേതായാലും CPI-യുടേതായാലും നയം. EPM3-യിൽ ഒപ്പിട്ടതുകൊണ്ട് നാളെ അത് നടപ്പാക്കേണ്ടി വരും എന്നൊന്നുമല്ല. പക്ഷേ സാങ്കേതികമായി ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അംഗീകരിക്കുന്നു എന്നതുകൂടി ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വിശദീകരണം നൽകണമെങ്കിൽ സ്വാഭാവികമായും സാധാരണ നൽകുന്നതിനേക്കാൾ വലിയ വിശദീകരണങ്ങളൊക്കെ നൽകേണ്ടി വരും. അക്കാര്യത്തിൽ ചെറിയൊരു പിൻവാങ്ങൽ പോലും പാർട്ടിക്ക് ഹിന്ദുത്വ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നണിയിൽ നിൽക്കുന്ന പോരാളി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ CPM-നും ഒക്കെ നേരിടേണ്ടി വരുന്ന പഴി വലുതായിരിക്കുമെന്നും അത് ഭാവിയിൽ തെരഞ്ഞെടുപ്പിലടക്കം ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നതൊക്കെ കൂടി ഈ പാർട്ടി തിരിച്ചറിഞ്ഞു. അതൊക്കെ തിരിച്ചറിഞ്ഞതിൻ്റെ കൂടി ഫലമാണ് പ്രധാനമായും ഈ 6 കാരണങ്ങളാണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാരണമായി പറയാൻ കഴിയുന്നത് ധാർമ്മികമായും ഇടതു നയത്തിലൂന്നിയതുമായ CPI-യുടെ നിലപാട്, മന്ത്രിസഭയെ അറിയിച്ചില്ല എന്ന രണ്ടാമത്തെ വിഷയം, മൂന്നാമത്തെ വിഷയം മുന്നണിയെ അറിയിച്ചില്ല, അവിടെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തില്ല എന്നുള്ളത്, നാലാമതായി വരുന്നതും CPM-ൻ്റെ തന്നെ പ്രധാനപ്പെട്ട കമ്മിറ്റികളിലൊക്കെ അത്തരത്തിൽ ചർച്ച നടക്കുകയും അത്തരമൊരു തീരുമാനത്തിലേക്ക് പോവുകയും പ്രധാന നേതാക്കളടക്കം അത് അറിയുകയും ചെയ്തില്ല എന്നുള്ള വിഷയം. അതിനെല്ലാം അപ്പുറത്തേക്ക് RSS അജണ്ടയ്ക്ക് കീഴടങ്ങേണ്ടി വരുന്നു എന്നുള്ള ആരോപണം നേരിടേണ്ടി വരുന്നു എന്നുള്ള അവസ്ഥ, ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരം ഒരു തിരുത്തലിന്, അല്ലെങ്കിൽ സാങ്കേതികമായിട്ടാണെങ്കിൽ പോലും ഇത് നടക്കുമോ നടക്കില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷേ CPM എടുത്ത ഒരു നിലപാടിൽ നിന്ന് പാർട്ടിക്ക് മാറി നിൽക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുന്നു, അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരുന്നു, വഴങ്ങേണ്ടി വരുന്നു എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക് ആ പാർട്ടിയെ നയിച്ചത് എന്ന് വേണം കരുതാൻ. ഇതുവഴി ഏറ്റവും വലിയ നേട്ടമുണ്ടായിരിക്കുന്നത് CPI-ക്ക് തന്നെയാണ്. CPI-യെ സംബന്ധിച്ച് ബിനോയ് വിശ്വം നേരിടേണ്ടി വന്ന ഏറ്റവും കടുത്ത ആരോപണം, അത് പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും എല്ലാം ഉയർന്ന ഏറ്റവും കടുത്ത ആരോപണം എന്ന് പറയുന്നത് വെളിയം ഭാർഗവനെ പോലെ, CK ചന്ദ്രനെ പോലെ CPM-നെ പരസ്യമായി വിമർശിക്കാനും തെറ്റു കണ്ടാൽ തിരുത്താനും ഇടതുവഴി ഇതാണെന്ന് ഉറക്കെ പറയാനും അതിൽ ഉറച്ചു നിൽക്കാനും ഒക്കെ ശേഷിയുണ്ടായിരുന്ന നേതാക്കന്മാരാണ്. ആ നിരയിലേക്ക് വന്ന ബിനോയ് വിശ്വത്തിന് അങ്ങനെ ഒരു ആർജവം ബിനോയ് വിശ്വം കാണിക്കുന്നില്ല. ബിനോയ് വിശ്വം CPM-ൻ്റെ ഒരു വാലായി നിൽക്കുകയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. അത് തിരുത്തിയെടുക്കാൻ ബിനോയ് വിശ്വത്തിന് കഴിഞ്ഞു എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. പ്രത്യേകിച്ച് D രാജയെ പോലെ ഒരാൾ, അങ്ങനെ AB ബർദനൊക്കെ ഇരുന്ന സ്ഥാനത്ത് D രാജ ഇരിക്കുമ്പോൾ രാജയ്ക്കും സമാനമായ രീതിയിലുള്ള CPM-ന് വഴങ്ങേണ്ടി വരുന്നു. ആ ഒരു തലപ്പൊക്കമൊക്കെ വെച്ചിട്ടും ഒക്കെ അത്തരം ആരോപണങ്ങൾ നേരിടുന്നു. അദ്ദേഹം ആ കാര്യത്തിൽ ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു, സർവ്വ പിന്തുണയും നൽകുന്നു. ബിനോയ് വിശ്വത്തിനും പാർട്ടിക്കും അത്ര പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് CPI കൗൺസിലൊക്കെ കടുത്ത വിമർശനം ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച വന്നാൽ ബിനോയ് വിശ്വം നേരിടേണ്ടി വരും എന്നുള്ള അവസ്ഥയും ഒക്കെ അദ്ദേഹത്തിന് സ്വാഭാവികമായും ഉണ്ടായി കാണും. എന്തായാലും അത്തരമൊരു തീരുമാനത്തിലേക്ക് തൽക്കാലത്തേക്കെങ്കിലും ഈ പ്രശ്ന പരിഹാരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. അത് ഒരു ഇരു പാർട്ടികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിരുന്നു. പിണങ്ങി രണ്ടായി മാറാൻ കഴിയില്ല, എന്നാൽ പ്രശ്നമുണ്ടായി. ഇനിയിപ്പോൾ രണ്ടുപേർക്കും കാര്യമായ കേടില്ലാതെ പരിഹരിച്ചേ കഴിയൂ. അതിന് CPM കൂടി അല്പം വഴങ്ങേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. ഇതിനു മുമ്പ് സമാനമായി ഉണ്ടായ അനുഭവം തോമസ് ചാണ്ടിക്കെതിരെ കായൽ കയ്യേറ്റ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷ വിമർശനം ഉണ്ടായപ്പോൾ തോമസ് ചാണ്ടിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ തോമസ് ചാണ്ടി പങ്കെടുക്കുന്ന മന്ത്രിസഭയിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് മാറിഞ്ഞ് CPI മാറി നിൽക്കുകയും പിന്നീട് CPM ഒരു രാജിയിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അപ്പോഴും CPM അങ്ങനെ തോമസ് ചാണ്ടിക്ക് വേണ്ടി ഇപ്പോൾ ഈ രംഗത്ത് സ്വീകരിച്ചതുപോലെ ഒരു പരസ്യ നിലപാടോ അല്ലെങ്കിൽ അയാളുടെ അഴിമതിയെ ന്യായീകരിക്കുന്ന നിലപാടോ ഒന്നും സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പല നേതാക്കളും, വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഒരു പരിധി വിട്ട് NEP-യെ പോലും ന്യായീകരിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ എന്തായാലും അത്തരമൊരു തിരുത്തൽ വന്നത് സ്വാഭാവികമായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ CPI കൂടി രണ്ടാമത്തെ പാർട്ടിയെ നിൽക്കുമ്പോൾ അവർ കൂടി ശക്തിപ്പെട്ട് നിൽക്കുന്ന ഒരു മുന്നണി എന്ന് പറയുന്നത് സ്വാഭാവികമായും LDF-ന് കൂടി നേട്ടമാവും എന്നതുകൂടി CPM കണക്കിലെടുത്തിട്ടുണ്ടാവണം. എന്തായാലും അത്തരമൊരു നിർണായകമായ തിരുത്തൽ മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കുന്നു. അത്തരമൊരു നിർണായകമായ തിരുത്തൽ CPM-ൻ്റെ സംസ്ഥാന പാർട്ടിയുടെ തലപ്പത്തും സർക്കാരിൻ്റെ തലപ്പത്തും ഒക്കെ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ.